വ്യക്തിപരമല്ലല്ലോ. ചതിച്ചെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ചതിച്ചെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ നാളെ പാർട്ടി വിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ചതിച്ചെന്നല്ല പറയാൻ പറ്റും. ഞാൻ പാർട്ടിയെ ചതിച്ചു, അതിനെന്താ? അത് ചതിയനെന്ന് പറയുന്നതും ചതിച്ചെന്നും രണ്ടാ. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു പാർട്ടി നിൽക്കുന്നു, പാർട്ടിയുടെ ഗുണനന്മകളെല്ലാം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ മന്ത്രിയായി, MLA ആയി, ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്റെ പ്രസ്ഥാനത്തെ ഞാൻ ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചതിച്ചു എന്നതിന്റെ അർത്ഥം. ഒരു രാഷ്ട്രീയമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കും. കാരണം ഈ പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പറയും. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത്. ഓരോ ഘട്ടത്തിൽ വ്യക്തിപരമായി ഓരോ കാര്യങ്ങൾ എടുത്ത് ആരെയും മോശപ്പെടുത്തുന്ന സമീപനത്തിൽ അതിനൊന്നും മറുപടി പറയാനേ അറിയുന്നില്ല. അത് അതിന്റെ അർത്ഥത്തിൽ തന്നെ അത് അവഗണിച്ച് കളയാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, സജി ചെറിയാൻ, ആർ നാസർ, HSL എന്നിവരടങ്ങിയ ഒരു സംഘമാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അവരാണ് തുടർച്ചയായിട്ട് തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം ഇന്നലെ രാത്രി അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണ് അദ്ദേഹം. ഞങ്ങൾ എന്ത് അദ്ദേഹത്തെ ദ്രോഹിക്കും? ഞാൻ ഇനി അത് ഒത്തിരി വിശദീകരിക്കുന്നില്ല, കാരണം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് പറയട്ടെ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ പാർട്ടിയുടെ നിലപാട് പറയട്ടെ, സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ, ഇപ്പൊ ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ അഭിപ്രായം പറയുന്നത്. അമ്പലപ്പുഴയിലെ പാർട്ടിയുടെ ചാർജുകാരൻ അല്ലെങ്കിൽ MLA എന്നതിന് അയാൾ അഭിപ്രായം പറഞ്ഞു, സലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരെ ഇപ്പൊ പറയേണ്ടതെന്ന് പറഞ്ഞു. ഇനിയും തുടർന്ന് ഞങ്ങളുടെ ക്യാമ്പയിനുകൾ, രാഷ്ട്രീയ ക്യാമ്പയിൻ വരുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വരുമ്പോൾ ഞങ്ങളുടെ ആളുകളെല്ലാം പറയും, പാർട്ടി ആകെ പറഞ്ഞല്ലേ പറ്റൂ. കാരണം ഇതിന്റെ ഫാക്ട്സ് ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. തെറ്റിദ്ധാരണാജനകമായി ആരെങ്കിലും നിൽപ്പുണ്ടോ? അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഒരു സീറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ജീവിതത്തിൽ ലഭ്യമാകാതെ പോയ ഒരു സീറ്റാണ്. ആ ഒരു സീറ്റുണ്ടായിരുന്ന ഈ പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ എല്ലാം ധ്വനി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്നുള്ളതിന്റെ ഫാക്ട്സ് ജനങ്ങളോട് പാർട്ടി പറയുമ്പോൾ മറ്റുള്ള ആളുകളും പറയും. ഞങ്ങൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ പറയത്തുമില്ല, പറയേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലായി അദ്ദേഹം എടുത്ത സമീപനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. ഒന്ന്, കോൺഗ്രസ് ഈ കാര്യത്തിൽ കളിക്കുന്ന കള്ളക്കളി, അതാണ് കള്ളക്കളി എന്ന് പറയുന്നത്. ആ കള്ളക്കളി നേരത്തെ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ്. ആ അജണ്ട കള്ളക്കളി കോൺഗ്രസ് തകരത്തേ ഉള്ളൂ. ആ കോൺഗ്രസിനകത്ത് ഈ നിലപാട്, കോൺഗ്രസിനകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നങ്ങളും നന്നായി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ഈ സുധാകരനെതിരായിട്ട് യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപമോ അക്രമമോ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ചും ദേശീയ സെക്രട്ടറി തന്നെ പറഞ്ഞതിന് ശേഷവും HSLന്റെ ഭാഗത്തുനിന്നും മനസ്സാക്ഷിയുടെ ഭാഗത്തുനിന്നും തന്നെ ചതിയനടക്കം വിളിച്ച് വ്യക്തിപരമായി അധിക്ഷേപിച്ചു. അതിൽ വിഷമമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ഇന്നലെ സുധാകരൻ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണം അത് വ്യക്തിപരമല്ലല്ലോ. ചതിച്ചെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ചതിച്ചെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ നാളെ പാർട്ടി വിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ചതിച്ചെന്നല്ല പറയാൻ പറ്റും. ഞാൻ പാർട്ടിയെ ചതിച്ചു, അതിനെന്താ? അത് ചതിയനെന്ന് പറയുന്നതും ചതിച്ചെന്നും രണ്ടാ. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു പാർട്ടി നിൽക്കുന്നു, പാർട്ടിയുടെ ഗുണനന്മകളെല്ലാം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ മന്ത്രിയായി, MLA ആയി, ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്റെ പ്രസ്ഥാനത്തെ ഞാൻ ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചതിച്ചു എന്നതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു അധപ്പതനം അവിടെ വരെ എത്തിയെന്നതിന്റെ അർത്ഥം.